ഓർമ്മയുണ്ടോ മോക്ക്? പിന്നെ ആന്റിയെ കുറിച്ച് എപ്പോഴും കൃഷ്ണേച്ചി പറയും. എന്തോരം കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അമ്മേ, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ടായിരുന്നു. മോള് പോയിക്കോ. കൃഷ്ണേച്ചി പേടിക്കണ്ട, ആന്റിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓ ആണോ? എന്നെ പിന്നെ കൃഷ്ണേച്ചിക്ക് ഒരു പേടിയില്ല. അമ്മേ, ഞാൻ പെട്ടെന്ന് പോയി റെഡി ആവട്ടെ. തങ്കേച്ചി, ഇവിടെ സൗകര്യങ്ങളൊക്കെ പൊതുവെ കുറവാണ്. ഞാൻ പിന്നെ കൊട്ടാരത്തിൽ ജനിച്ചു വളർന്ന ആളാണല്ലോ. ഈ ചെറിയ സൗകര്യങ്ങളൊന്നും പറ്റാതിരിക്കാൻ. അച്ഛാ, ആന്റി ഇനി ഇവിടെ കുറെ കാലം ഉണ്ടാവോ? പിന്നെ ആന്റി സ്ഥിരമായിട്ട് ഇവിടെ നിക്കാൻ പോകുന്നത്. ആണോ ആന്റി? അല്ല മോളെ, ആന്റി ഒരു ചികിത്സയ്ക്ക് വേണ്ടി വന്നതല്ലേ. അത് കഴിയുമ്പോ ആന്റി നാട്ടിലേക്ക് പോവും. ആന്റിക്ക് ആ നാട്ടിൽ നിന്ന് മാറി നിൽക്കാനൊന്നും പറ്റില്ല. അതിന് ആ നാട്ടിൽ എന്താ ഉള്ളത്? എവിടെ നോക്കിയാലും വെള്ളം. അത് മാത്രല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പക്ഷെ കുഞ്ഞുങ്ങൾക്ക് നോക്കിക്കാണാൻ പറ്റില്ല. ഇവളെ ആള് കൊള്ളാലോ, ഒരു കിലുക്കാൻ പറ്റിയാണല്ലോ. കൃഷ്ണയും കുട്ടിക്കാലത്ത് ഇങ്ങനെയായിരുന്നു. സംസാരം നിർത്തില്ല, ഓരോന്നിങ്ങനെ ചോദിച്ചോണ്ടേയിരിക്കും. ഇവളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിന്നാലേ ഉറങ്ങാൻ പോലും തങ്കത്തിന് സമയം കിട്ടില്ല. സൂക്ഷിക്കണം. അച്ഛൻ വെറുതെ പറയാം. ആന്റി വാ, ഞാൻ ഈ വീടൊക്കെ കാണിച്ചു തരാം. വാ. ഇവിടെ എത്തിയപ്പോ തങ്കത്തിന് കുഴപ്പമൊന്നുമില്ലെന്നാ തോന്നുന്നത്. കുഴപ്പമൊന്നുമില്ലാന്ന് കരുതി ഗോപാലേട്ടൻ പഴയ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. അത്യാവശ്യം വാശിയുള്ള കൂട്ടത്തിലാ. ഇറങ്ങിപ്പോവാൻ അത് മതി. അയ്യോ, ഞാനില്ലേ. നിർമ്മലേ, മനസ്സിൽ നിനക്ക് ഒരു ഉപായവും തോന്നുന്നില്ലെങ്കിൽ ഈ ഫംഗ്ഷൻ നീ അങ്ങ് വിട്ടേക്ക്. അവരെ അമ്മയും മോളും വന്നിട്ട് തിരിച്ചു പോട്ടെന്ന്. അല്ലാതെ നീ ഇങ്ങനെ ഈ ടെൻഷൻ അടിക്കുന്നത് കാണുമ്പോ ഞാനും മോളും ടെൻഷൻ അടിച്ച് ചത്തുപോത്തേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ എവിടേക്കെങ്കിലും പോവാം അമ്മേ. അവളെ അവളുടെ അമ്മയെ കാണാതിരിക്കാലോ. നമ്മൾ പോകുന്നു പറഞ്ഞാലും ഈ വീട്ടിലാരും എതിർക്കാനൊന്നും സാധ്യതയില്ല. കുറച്ചു കഴിയുമ്പോ സിത്താര എത്തും. മകളെ ചേർത്ത് പിടിച്ച് അഹങ്കാരത്തോടെ. പക്ഷേ ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് അവൾ ഇവിടുന്ന് മടങ്ങുമ്പോ സിത്താര അവളെ ഇവിടുന്ന് വാരിയെടുത്തുകൊണ്ട് ഇവിടുന്ന് മടങ്ങാവും, അവളുടെ ശവവും കൊണ്ട്. എന്തു വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആർക്കും സംശയമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം നടന്ന അമ്മ പറഞ്ഞത് ഫലിക്കും. ചിന്തിക്കാൻ മാത്രമല്ല, ഭംഗിയായി ചെയ്യാനും എനിക്കറിയാം. നിങ്ങൾ ഞാൻ പറയും പോലെ അനുസരിച്ചാ മതി. പക്ഷെ നിർമ്മലേ, ഇത്രയും കടുപ്പം വേണോ? ഒരു ജീവൻ വെച്ച് കളിക്കാന്നൊക്കെ പറഞ്ഞ സ്വന്തം മോളെ ജീവൻ ഒടുക്കാൻ വേണ്ടി പല തവണ ശ്രമിച്ചു. അപ്പോ അച്ഛനായ നിങ്ങൾ എന്താ ചെയ്തേ? വിധിയെ ആകാശത്തോട് നോക്കി ഇരുന്നോളം പറഞ്ഞു അല്ലേ? പക്ഷേ നമ്മുടെ ശത്രുവായ ഒരുത്തി ചാവുന്ന കാര്യം പറഞ്ഞപ്പോ ജീവൻ വെച്ച് കളിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. എന്റെ പൊന്നു മനുഷ്യ, ഇപ്പോഴെങ്കിലും കുറച്ച് ആണത്തം കാണിച്ചോളൂ നിങ്ങൾക്ക്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു നിർമ്മലേ. പക്ഷെ എനിക്കിതെന്തോ. അച്ഛനൊന്ന് നിർത്തിക്കേ. എന്റെ ആഗ്രഹങ്ങൾ നടത്തി തരാൻ അമ്മ ശ്രമിക്കുന്നെങ്കിലും ഉണ്ട്. അച്ഛന്റെ ഭാഗത്തുനിന്ന് അതുപോലും ഇല്ലല്ലോ. അച്ഛന് പേടിയാണെങ്കിൽ വേറെ എവിടെങ്കിലും പോയി ഒളിച്ചോ.
ഞാൻ അമ്മയുടെ കൂടെ നിന്നോളാം. ഇതെന്താ അമ്മയും മോളും വന്നിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നേ? ഒന്നുമില്ല സുമിത്രേ, ഇവിടെ ആദ്യമായിട്ട് വരികയാണല്ലോ, അതുകൊണ്ട് എല്ലാം ഒന്ന് കണ്ട്. അതിനൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അതെ, ആ അപകടത്തിന് ശേഷം ഗാഥാമാടത്തിന് മാറ്റങ്ങളുണ്ടെന്നറിയാം. എന്നാലും ഇത്ര ഒതുക്കം വേണോ നവീൻ സാറേ? അല്ല, ഗാഥാമാടം എന്ന് വെച്ചാ അതിനൊരു രീതി ഉണ്ടല്ലോ. എനിക്ക് മാറി ഈ രീതി ഇഷ്ടം. അത് ഗാഥയ്ക്കറിയാം. ഓ, ആ ഇതെന്താ സ്വീകരണവും സംസാരമൊക്കെ പുറത്തുനിന്നാക്കാന്ന് വെച്ചത്? അവരിപ്പോ വന്നതേ ഉള്ളൂ. ഇന്ന് ഗാഥമോളെ കാണുമ്പോ വല്ലാത്ത സൗന്ദര്യം കൂടി പോലെ ഉണ്ടല്ലോ. അവസാനിക്കാൻ പോവില്ലേ? ആളി കത്തിക്കോട്ടെ. രാധമോളെ വലതുകാലം വെച്ച് കയറിക്കോ.